റസൂലേ നിൻ കനിവാലേ റസൂലേ 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 എന്ന് നമ്മൾ വിളിക്കുന്നത്, റസൂൽ എന്ന് നമ്മൾ പറയുന്നത് ആത്മീയതയുടെ പുറത്തൊക്കെയാണ്. പക്ഷെ ചില റസൂൽ എന്ന പേരുള്ള ആളുകൾക്ക് ആ പേര് പോലും യോജിക്കുന്നില്ല എന്ന് പറയേണ്ടി വരും. റസൂൽ പൂക്കാവടിയെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. സ്വന്തം ഭാര്യയുണ്ട്, ക്യാൻസർ പേഷ്യന്റ് അങ്ങനെ എന്തോ ആണ് തോന്നുന്നു. ആ ഒരു ഭാര്യ നിലനിൽക്കെയാണ് ഫിറോസ് ഖാന്റെ ഭാര്യയുമായിട്ട് ഇമ്മാതിരി ഊളത്തരങ്ങൾ കാണിച്ചത്. എന്തായാലും പൂക്കാവടി ആള് പൊളി സാധനമാണ് കേട്ടോ, പൊളി സാധനമാണ്. എന്നാൽ ഫിറോസ് ഖാന്റെ എക്സ് വൈഫിന്റെ അവസ്ഥ അതിലും പരിതാപകരാന്നുള്ളതാണ്. ഈ കൈവിരലുകൾ കൊണ്ട് എണ്ണി തീരാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ ആളുകളുമായി ബന്ധമുണ്ട് എന്നൊക്കെയാണ് ഫിറോസ് സാറ് പുറത്തുവിട്ടിട്ടുള്ളത്. ഒരു അരമണിക്കൂർ നിങ്ങളൊന്ന് തരണം കേട്ടാ, ഈ ശബ്ദ സന്ദേശങ്ങൾ മുഴുവനായിട്ടൊന്ന് കേൾക്കണേ. ആ മനുഷ്യന്റെ ജീവിതം എത്രത്തോളം അവര് താറുമാറാക്കി എന്ന് ഈ ഓടി കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കേട്ടുകൊള്ളുക. ബൈബിൾ പ്രകാരം അത് ദൈവമാണ്, അത് ദൈവം ചെയ്തോളൂ, ഞാൻ ഇനി ഒന്നും ചെയ്യത്തെന്നും പറഞ്ഞ് അവൻ ഒഴിഞ്ഞു മാറി. അപ്പൊ ഞാൻ പറഞ്ഞു, നീ ദിയയും കൂടെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി, എന്തുകൊണ്ടാണ് ദിയ ഇത്ര ചൂടായിരിക്കുന്നത് മനസ്സിലാകും. അന്നമ്മയുടെ സംഭവം എനിക്ക് മനസ്സിലാക്കാൻ പറ്റും, പക്ഷെ ദിയയുടെ കാര്യം അത് ഞാൻ പറഞ്ഞു മനസ്സിലാക്കാം എന്ന് പറഞ്ഞ് പിരിഞ്ഞതാണ്. അപ്പൊ ഞാൻ ഈ ഒരു വാക്ക് പറഞ്ഞത് കൊണ്ടാണ് അവൻ ഇങ്ങനെ സ്റ്റാൻഡ് എടുത്തത്. അത് ഞാൻ പറഞ്ഞു, ഈ രണ്ടാമത് പ്രഗ്നൻസി ഉള്ള കാര്യം അത് സത്യമല്ല എന്ന് എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞു. കഴിഞ്ഞ റിപ്പോർട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല, അത് സത്യമല്ല എന്ന് പറഞ്ഞു. അപ്പൊ അത് കേട്ടപ്പോഴാണ് ഇവരും താന്ന്, കാരണം ഇവരുടെ ആയുധം അതായിരുന്നല്ലോ, മെയിൻ ആയുധം. ഈ കാര്യം ഞാൻ സംസാരം മതി എന്റെ അബദ്ധത്തിൽ ഞാനൊന്ന് പറഞ്ഞു പോയത്, എനിക്കത് ചൂടാകുന്നു. അവളോട് പറയാം ചൂടാകാതെ ഒന്ന് ഞാൻ ഇതിന്റെ ഒരു പോസിറ്റീവ് സൈഡ് മനസ്സിലാക്കാൻ പറയും. അല്ല, ഞാൻ ഒരു കാര്യം പ്രസൂട്ടി, ആവശ്യമില്ല. എന്തിനെ നമ്മൾ മറ്റുള്ളവരോട്, നമ്മളിപ്പോ മീഡിയയിലൊന്നും പറയല്ലോ. തൽക്കാലം ഉണ്ടായിരിക്കുന്ന ഒരു വലിയ വിഷയം ഒന്ന് ശാന്തമാക്കാൻ ഞാൻ ചെറിയൊരു കാര്യം പറഞ്ഞേ ഉള്ളൂ. അത് അങ്ങനെ മാത്രം എടുത്താൽ മതി. ഇപ്പൊ ഞാൻ ഷാജിയോട് കാര്യം പറഞ്ഞിട്ടില്ലല്ലോ. അതുപോലെ ഒരു ചെറിയൊരു നമ്മളത് ഒരു തൽക്കാലം കുറച്ച് സമയത്തേക്കൊന്ന് മൂടി വയ്ക്കുന്നു, അത്രേ ഉള്ളൂ. ഒരു മാസം കഴിയുമ്പോൾ എന്താണെന്നുള്ള കാര്യം നമുക്ക് പിന്നീട് നോക്കാം. അതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. അല്ല, ഞാൻ പിന്നെ ഒരു കാര്യം പറഞ്ഞു, ഞാൻ സത്യം നേരിട്ട് ഞാൻ ചോദിക്കുകയാണ്. ഇപ്പം എന്താണ് നിങ്ങൾ ഇതിപ്പം നേരെ പോകാൻ പറ്റുന്ന സ്ഥിതിയിലാണോ റസൂൽക്കുട്ടി പോകുന്നത്? എന്താ വെച്ചാൽ എനിക്ക് നേരത്തെ അറിഞ്ഞാൽ അതിനുള്ള വഴി ഒപ്പിക്കാനും എന്തെങ്കിലും അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തും എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി ഞാൻ പറയുന്നത്. ഇപ്പം ഇവള് പറഞ്ഞാൽ ഒന്ന് തണുത്ത് വരുമ്പം റസൂൽക്കുട്ടിയുടെ വായിന്ന് ഞാൻ അയാളെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു, അന്നമ്മയെ വിളിച്ച് ഇത് പറഞ്ഞ്, ഇതൊക്കെ വലിയൊരു വിഷയത്തിൽ പിന്നെ സജന താഴെ നിൽക്കുന്നോ വിചാരിക്കുന്നത്. ഞാൻ 100% വാക്കുകളാണ്. ഞാൻ അന്നമ്മയോ ഇവളുടെ കൂട്ടുകാരികളോ അച്ചായനോ ഇവൾക്ക് എതിരായിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യനുമായിട്ടും സംസാരിക്കുന്നില്ല. ഞാൻ ഇന്നലെ മുതൽ സംഭവം നിർത്തി. ഓക്കെ, അത് കൂടുതൽ ഡാമേജ് ഉണ്ടാക്കാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവൾക്ക് ഏറ്റവും ഉതകുന്ന തരത്തിലുള്ള സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് എന്റെ ഉദ്ദേശം. അതുപോലെ തന്നെ ഒറ്റയ്ക്കാണ്. എത്രയും പെട്ടെന്ന് ഒരു ലീഗൽ സംഭവം എടുത്തിട്ട് ഇവനെതിരെ കേസ് ഫയൽ ചെയ്യുക, ഫിറോസിനെതിരെ. ഈ വീഡിയോകൾ ഇങ്ങനെ ഇട്ടിട്ട് ഇവരുടെ അഭിമാനം നശിപ്പിക്കാതെ അതിനെതിരെ നിർത്തുക. ഇവൻ ഡൈവോഴ്സ് തരുന്നില്ല എന്ന് പറഞ്ഞ് ഒരു കേസ് ഫയൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് ഇതിനെല്ലാം ഞാൻ കൂടെ നിൽക്കാം. ശരി, അതെല്ലാം ചെയ്ത് കുഴപ്പമില്ല. അതെല്ലാം ഞാൻ വലിയ പൈസ ഭയങ്കര പൈസ ചിലവുള്ള കാര്യമാണ്. അതായത് ഇയാളെ പൈസ എത്ര വേണമെങ്കിലും ചിലവാക്കാന്നുള്ളതാണ് പറയുന്നത്, എന്നെ പൂട്ടാൻ വേണ്ടി. അറിയാം, അതൊക്കെ മനസ്സിലായി, നമുക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷെങ്കിൽ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം വീണ്ടും ആയി എന്നുള്ള തെളിവ് എനിക്ക് മനസ്സിലായി. ഞാൻ അവളെ വഴക്കും പറഞ്ഞു, ഒന്ന് പോയി കഴിഞ്ഞ് സജന നീ ഇതുണ്ടോയെന്ന് ഞാൻ വിശ്വസിച്ചില്ലായിരുന്നു. ഇപ്പം നീ ഇത് തെളിവ് എന്നെ കാണിച്ചപ്പോൾ ഇത് വീണ്ടും നിങ്ങൾ ഇതില്ലാതെ ഇപ്പം വീണ്ടും പോയി നിങ്ങൾ ഒന്നായോ? നിങ്ങൾ ഒറ്റയ്ക്കാണോ സംസാരിക്കുന്നത്? ഉമ്മി സജനാട് ഉമ്മയുടെ അതേ പ്രായം തന്നെയാണ് ഈ കള്ളക്കളവനും. ആന്നാന്ന് പറ. ഉമ്മയ്ക്ക് എന്ത് തോന്നുന്നു, ഇത് ശരിയായ രീതിയിലാണോ? എങ്ങനെ ഇത് നിങ്ങൾ രണ്ടുപേരും കൂടെ ഉൾപ്പെട്ടല്ലേ? അപ്പൊ രണ്ടുപേരുടെയും കയ്യിലും തെറ്റുണ്ട്. ഇത് ശരിയായ ഞാൻ പറയത്തില്ല, നിങ്ങൾ രണ്ടുപേരുടെയും കയ്യിൽ തെറ്റ്. റസൂൽക്കുട്ടി ഒരാൾ മാത്രം വിചാരിച്ച് വീണ്ടും ഞാൻ ഒരാളെ മാത്രം തെറ്റ് പറയുന്നില്ല. പക്ഷെ മറ്റേ സംഭവം പോയി എന്നുള്ള കാര്യം എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഈ മൂന്നാമത്തെ സംഭവം ഉണ്ടാകത്തില്ലായിരുന്നു. എന്നോട് പറയാതെ എന്നെ നിർബന്ധപൂർവം ഞാൻ പറയാം, എന്നോട് പറയാതെ വീണ്ടും ഇതിലേക്ക് കൊണ്ടുപോയിട്ടല്ലേ ഉണ്ടായത്. നിങ്ങൾ എന്നോട് ഇത് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അപ്പോഴേ പ്രിക്കോഷൻ എടുക്കില്ലേ, ഞാൻ അപ്പോഴേ മാറി നിൽക്കില്ലേ. നമുക്ക് എല്ലാവർക്കും ഒരു ശരിയായ രീതിയിൽ എഴുതാൻ പറ്റിയെന്നല്ല. അതിനോട് അവസരം ഇവളും അമ്മമ്മയുടെ ചേർന്ന് ചെറുപ്പക്കാർ കഴിയാൻ പറഞ്ഞു.
എന്താ കാര്യം കേട്ടു ചോദിക്കാൻ വേണം. എന്നിട്ട് അവളിപ്പോ കാലി മാറി. ഇനിയിപ്പോൾ അതെല്ലാം ഞാൻ പറയുന്നത് വരെ വന്നതും പോയതും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കാതെ നിങ്ങൾ ഇനിയുള്ള മുന്നോട്ടുള്ളത് ഓരോരുത്തർ തമ്മിൽ ദേഷ്യം വരുന്ന ഒറ്റ അടിക്ക് എന്തോ. ഹലോ ഹലോ പറയൂ, കേൾക്കുന്നുണ്ട്, പറഞ്ഞു. അച്ഛൻ്റെ അടുത്ത് എന്ത് പറഞ്ഞെന്നാ പറഞ്ഞത്? ഞാൻ അച്ചായനോട് അച്ചായൻ എന്തുകൊണ്ട് അങ്ങോട്ട് മാറി ഇവരുമായിട്ട് ചേർന്നു. കാര്യം അച്ചായൻ എന്തായാലും നമ്മളെ സംസാരിക്കുന്നത് എന്നെ കോൺസ്റ്റന്റ് ആയിട്ട് അച്ചായൻ ഫോളോ കേട്ടില്ല. പിന്നെ അത് ചെയ്യുന്നുണ്ടോ ഇത് ചെയ്യുന്നുണ്ടോ ഉള്ള കാര്യങ്ങൾ ഇവർ ചോദിച്ചുകൊണ്ടിരുന്നു. എനിക്കത് വളരെ പിന്നീടാണ് മനസ്സിലായത് അച്ചായൻ ആക്ച്വലി എന്നെ വലിച്ചിരുന്നതായിരിക്കും പിന്നീടാണ് മനസ്സിലായത്. അച്ചായൻ ആക്ച്വലി മറ്റവരുടെ കൂടെയാണെന്നുള്ള കാര്യം എനിക്ക് വളരെ പിന്നീടാണ് മനസ്സിലായത്. ഓ, അന്ന് എന്റെ പ്രഗ്നൻസിയുടെ കാര്യം പറഞ്ഞത് ആ ടൈമിലാണ് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞത്. അതാണ് ഫിറോസ് പറഞ്ഞത് അല്ലേ? അതെ. അപ്പൊ ഞാൻ എന്റെ സംസാര മധ്യേ ഇത് പറഞ്ഞു, ഇടാ അതൊരു പിന്നെ ശരിയാണെന്ന് തോന്നുന്നില്ല, അതെന്നെ വരട്ടാൻ വേണ്ടി പറഞ്ഞതാണ് എന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ അവരുടെ വാക്കിലെ കാര്യങ്ങൾ സംസാരിച്ചത് പൊതുവെ നീ എന്തിനാണ് അവൾക്കെതിരെ നിൽക്കുന്നത്, നിന്റെ പെങ്ങളെ നമുക്കല്ലായിരുന്നു, നീ ഏറ്റവും കൂടുതൽ അവൾ സഹായിച്ചുകൊണ്ടിരുന്ന നീ അല്ലേ, എന്തെങ്കിലും ആവശ്യമുണ്ടോ ഞാൻ നിന്നല്ലേ വിളിച്ചോണ്ടിരുന്നത്, എനിക്ക് ഇനിയിപ്പോ അങ്ങനെ ചെയ്യാൻ പറ്റുമോ, നീ എന്തിനാണ് അവൾക്കെതിരെ ഇങ്ങനെ പോകുന്നത്, അത് ഇങ്ങനെ അവളിങ്ങനെ പിന്നെ പോലീസ് സ്റ്റേഷനിൽ എന്നെ പറ്റി ഇങ്ങനെ പറയും. ഞാൻ പറഞ്ഞു അവൾ ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല, അവൾ ഒരിക്കലും പറയത്തില്ല. ആ സംശയങ്ങളല്ല നിനക്ക് മനസ്സിലാകുന്നില്ല. ഇത് അഥവാ അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ സംശയങ്ങളെല്ലാം അവളുടെ മനസ്സിൽ ഇട്ടുകൊടുത്തത് അന്നമ്മയാണ്. നീ മനസ്സിലാക്കുക, നീ നിൽക്കുന്ന ആളുകൾ ശരിയല്ല എന്ന് ഞാൻ പറഞ്ഞ കുറെ കാര്യങ്ങൾ ഇൻസിഡന്റിൽ പറഞ്ഞ് അങ്ങനെ ഞാൻ പറഞ്ഞു മാറ്റി. നീ ഇനി അവരുമായിട്ട് ചേർന്നിട്ട് അവരുടെ വീട്ടിൽ പോവുകയോ അവരുമായിട്ട് ചേർന്നവർക്കെതിരെ ഗാനപ്പ് ചെയ്യുകയോ ചെയ്യരുത്. എന്നിട്ട് നീ ബൈബിൾ ഫോളോ ചെയ്യുന്ന ഒരാളല്ലേ, ഒരാളെ അപ്പൊ എന്നോട് ചോദിക്കുന്നത് ഇക്ക എന്തുകൊണ്ടാ അവൾക്കെതിരെയും ചെയ്യാറ്? ഞാൻ ചോദിച്ചാൽ ഞാൻ അത് ദിയെ എന്നോട് ചോദിച്ചു, നിങ്ങൾ ഇവർ ഇങ്ങനെ പറഞ്ഞിട്ടാണ് ബോംബെയിൽ ഇറങ്ങിയത്, അങ്ങനത്തെ ഒരാൾ നിങ്ങൾ എന്തിനാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്? ഞാൻ ചോദിച്ചു, ഞാൻ എല്ലാവരും കൂടെ കടന്നുകൂടി ആക്രമിക്കുന്നത്. ഇപ്പൊ അവൾ എന്നോട് ചില അറിയാത്ത കാര്യങ്ങൾ ചെയ്തു. ഓക്കെ, അതിപ്പോ 2 ദിവസമാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ അതിന് മുമ്പ് എത്രയോ 2 ദിവസമാണ് എന്നോട് ചെയ്തിട്ടുള്ളത്. 2 മാസം ചെയ്തിട്ടുള്ളത്. പക്ഷെ അതിനേക്കാൾ എത്രയോ മാസങ്ങൾ ഞാൻ അവളുമായിട്ട് വളരെ നന്നായി ഞങ്ങൾ പരസ്പരം ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ആ സമയങ്ങളെ മറന്നിട്ടാണോ ഞാനിതൊക്കെ ചെയ്യുന്നത്? ഞാൻ അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല. പിന്നെ എല്ലാവരും കൂടെ ആക്രമിക്കുമ്പോൾ ഒരാളെ വിക്ടിമൈസ് ചെയ്യുന്ന ആളല്ല ഞാൻ. നിങ്ങളൊരു സോഷ്യൽ വർക്കർ അല്ലേ? നിങ്ങളൊന്ന് സ്വയം ഒന്ന് മാറി നിന്നിട്ട് നിങ്ങൾക്ക് അവളോടുള്ള വിദ്വേഷം മാറ്റി വെച്ചിട്ട് നിങ്ങളൊരു സോഷ്യൽ വർക്കർ എന്ന നിലയിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ ഒരാളെ ഇങ്ങനെ കടന്നാക്രമിക്കൂ, ഒരു സ്ത്രീയെ, അബലയായ ഒരു സ്ത്രീയെ, ഒറ്റയ്ക്കുള്ള സ്ത്രീയെ ആക്രമിക്കാൻ നിങ്ങൾ കൂട്ടുനിൽക്കൂ എന്ന് ചോദിച്ചാൽ അവളൊന്ന് ഒതുങ്ങി. അപ്പൊ എനിക്ക് ഈ 2 പേരെ ഒതുക്കാൻ പറ്റുമോ? അന്നമ്മയായിട്ട് എനിക്ക് സംസാരിക്കാനേ പറ്റത്തില്ല. പറയുന്നത് എന്തും അവൾ നമുക്കെതിരെ ഉപയോഗിക്കും. അതുകൊണ്ട് അന്നമ്മയായിട്ട് ഒന്നും സംസാരിച്ചില്ല. ഇവർ 2 പേരോട് ഞാൻ എൻ്റെ സംസാരിച്ചു, സംസാരം അവിടെ നിർത്തി. ഓക്കെ, ഞാനത് പറയാനുള്ളൊരു കാര്യം, ഇവരുടെ ഫിറോസിന്റെ കയ്യിലത്തെ ഏറ്റവും വലിയ ആയുധമാണ് നീ പ്രഗ്നന്റ് ആണെന്നുള്ളത്. ഓക്കെ, പ്രഗ്നൻസി പോയി എന്നുള്ള കാര്യം അവർക്കറിയാം. അന്നമ്മ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇപ്പൊ ഈ 2ാമതുള്ള പ്രഗ്നൻസി അത് സത്യമല്ല, നീ എന്നെ പേടിപ്പിക്കാൻ പറഞ്ഞതാണ് എന്ന് പറഞ്ഞപ്പോ എല്ലാത്തിന്റെയും കൊമ്പൊടുങ്ങി. അത് അങ്ങനെ തന്നെ നിക്കട്ടെ, നീ കൊമ്പൊടിക്കുന്ന എന്തിനാ? അവര് നിന്നെ ഗ്യാങ് അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, തെളിവുകൾ ഉണ്ടാക്കി സൊല്യൂഷൻ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡിഐയും അച്ചായനും ഇപ്പൊ എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയോ അല്ലല്ല, എനിക്ക് ഇപ്പം തോന്നുന്നത് ഇക്കാണ് ഞങ്ങളുടെ ഇടയ്ക്ക് നിന്ന് ഡ്രാമ കളിക്കുന്നതെന്ന് ഇപ്പം എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പം എന്നെ അച്ചായനും തിരുത്തിക്കുക, എന്നെയും അന്നമ്മയും തിരുത്തിക്കുക, എന്നെയും ദിയെയും തിരുത്തിക്കാന്ന് എനിക്ക് ഇപ്പം തോന്നുന്നുണ്ട്. എനിക്കറിയത്തില്ല. അന്നമ്മയായിട്ട് സംസാരിക്കുന്ന സമയത്ത് മിക്ക എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരുന്നത് അന്നമ്മ ശരിയല്ല, നീ അങ്ങനെ ചെയ്യരുത്, അവളായിട്ട് കൂട്ടുകൂടരുത്, നിങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരുന്നത്. അതെന്തുകൊണ്ടാന്ന് എനിക്കറിയത്തില്ല.
ദിയയുടെ കാര്യത്തിൽ ഇപ്പൊ ഒന്നും പറഞ്ഞിട്ടില്ല. ദിയയുടെ കാര്യത്തിലേക്ക് പറഞ്ഞ അവൾ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തതെന്ന് എനിക്ക് അറിയത്തില്ല എന്ന് തന്നെ പറഞ്ഞിട്ടുള്ളത്. അച്ചായന്റെ കാര്യത്തിലും ഞാൻ ഈ കാണിക്കുന്നത് ഹാനി കൊണ്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അച്ഛന്റെ കാര്യത്തിലും അതേപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞു എന്തുകൊണ്ടാണ് ഇങ്ങനെ പെട്ടെന്ന് മാറി എനിക്ക് മനസ്സിലാവില്ല. അവൻ എന്നോട് പറഞ്ഞത് നീ അവനെതിരെ പിന്നെ അത് ഞാൻ അച്ചായന്റെ അടുത്ത് സംസാരിക്കുമ്പോൾ ഞാൻ അച്ചായന്റെ അടുത്ത് നേരിട്ട് സംസാരിച്ചോളാം. അച്ചായ ഇത് കാരണമായിരുന്നു എന്നുള്ളത്. അല്ല, പക്ഷെ എനിക്കിപ്പം റസൂൽക്ക തോന്നുന്നത് ഞങ്ങളുടെ ഇടയ്ക്കുണ്ടായ പ്രശ്നങ്ങളെല്ലാം ഇക്കാണ് ഉണ്ടാക്കാൻ കാരണം. എന്തിനാണെന്ന് എനിക്കിപ്പോ തോന്നുന്നില്ല. കാരണം ഡബിൾ ഗെയിം കളി ഇക്കാണ്. അന്നമ്മേ അല്ല അച്ചായനും അല്ല ഷാലു അല്ല ദിയ അല്ല ഡബിൾ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം നിങ്ങൾ എന്റെ അടുത്തൊന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അവരെടുത്തൊന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് ഇപ്പം എനിക്ക് തോന്നുന്നുണ്ട്. ഈ ഡബിൾ ഗെയിം എന്ന വാക്ക് നീ ഉപയോഗിച്ചിട്ട് അതുകൊണ്ടാണല്ലോ കാരണം അവൾ അന്ന് എന്റെ അടുത്ത് പറയുന്നുണ്ട്, സജന ഇക്ക നീ സംസാരിക്കുന്ന കണക്കല്ല, നിന്റെ അടുത്ത് സംസാരിക്കുന്ന കണക്കല്ല സജന, ഞങ്ങളുടെ അടുത്ത് സംസാരിക്കുന്ന നീ മനസ്സിലാക്കും മോളെ എന്ന് എന്റെ അടുത്ത് അന്നമ്മ പറയുമ്പോൾ പോലും ഞാൻ അന്നമ്മയല്ല വിശ്വസിച്ച. പാവം അവൾ. ഇപ്പൊ എനിക്ക് തോന്നുന്നു അവള് വെറും പാവമാണ്. ഇതിനകത്ത് നിങ്ങൾ ഗെയിം കളിച്ചുകൊണ്ടിരുന്നതാണെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ചെന്ന് കയറി കൊടുക്കുന്നല്ല നിങ്ങൾ ഇപ്പൊ ഇതുപോലെ അവിടെ നിന്ന് അവരുടെ അടുത്ത് ഒന്ന് പറയുന്നു, എന്റെ അടുത്ത് ഒന്ന് പറയുന്നു, അവരുടെ അടുത്ത് ഒന്ന് പറയുന്നു, എന്റെ അടുത്ത് ഒന്ന് പറയുന്നു. ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. ഈ നിമിഷം എനിക്ക് മനസ്സിലായിട്ടുണ്ട്. പിന്നെ നിങ്ങളെ രണ്ടാമത് കുഞ്ഞുണ്ടായത്, ആദ്യം ഒരു കുഞ്ഞിനുണ്ടാക്കി എനിക്ക് അബോട്ട് ചെയ്ത് തന്നു. അബോട്ട് ചെയ്തു ഞാൻ അത് അബോട്ട് ചെയ്ത് കളഞ്ഞു. രണ്ടാമത് ഈ പൂർണ്ണമായപ്പം അത് 2 മാസം കഴിഞ്ഞപ്പോൾ പോയി എന്നുള്ളത് സത്യം തന്നെയാണ്. അപ്പം എനിക്ക് ഓൾറെഡി ആ കുഞ്ഞിനെ നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യാൻ തുടങ്ങിയതും, നിങ്ങൾ എനിക്ക് മെഡിസിൻ മേടിച്ചും തരാൻ തുടങ്ങിയതും, എന്നെ ആ കുഞ്ഞിന് വേണമെന്നുള്ളൊരു തീരുമാനം നമ്മൾ മ്യൂസിലെടുത്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് നിങ്ങളൊരു കുഞ്ഞിന് ആവശ്യമാണ്. അത് കഴിഞ്ഞിട്ടും നമ്മൾ സന്തോഷത്തോടെയാണ്. ഒരു പ്രാവശ്യമേ ഉള്ളൂ ഞാനൊന്ന് ഇക്കാനടുത്ത് ബലമായി പീഡിപ്പിച്ച് എനിക്ക് ഇക്കാനെ വേണമെന്നും ബലമായിട്ട് ഞാൻ ഷാദിത്തുള്ള സമയത്ത് ഞാൻ ഇക്കാലത്ത് പറഞ്ഞിട്ടുണ്ട്. അത് ഇതൊന്നും അല്ല, ഇതിന് 2 മാസം മുന്നേ ആണത്. ഈ പ്രാവശ്യം അതായത് കഴിഞ്ഞ മാസം, അതായത് ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മൾ സന്തോഷത്തോടെ ഫിസിക്കൽ അറ്റാച്ച്മെന്റ് ആയപ്പോഴാണ് ഈ കുഞ്ഞായത്. അല്ലാതെ ഞാൻ നിങ്ങളെ പീഡിപ്പിച്ചോ, ഞാൻ നിങ്ങളെ അബ്യൂസ് ചെയ്തോ, നിങ്ങളിരിക്കുന്ന സാധനം എടുത്തിട്ട് എൻ്റെ അടുത്ത് വെച്ചിട്ട് എനിക്ക് കുഞ്ഞിനുണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ. നിങ്ങൾ എനിക്ക് ഉള്ളിൽ തന്നിട്ടാണ്ടായുണ്ടല്ലോ കുഞ്ഞുണ്ടായത്. അല്ല, പറയുന്നുണ്ടല്ലോ ആണല്ലോ പറഞ്ഞത്. അച്ഛൻ്റെ അടുത്ത് അങ്ങനെ തന്നെയാണല്ലോ. ഞാൻ കള്ളത്തനം പറയുന്നുണ്ടെന്ന്. ഇനി റസൂലിക്ക ഞാനൊരു കാര്യം പറയട്ടെ. എനിക്ക് നിങ്ങളെ ഭാര്യയുടെ ഇത്രയും ദിവസവും ഞാൻ പറഞ്ഞ കണക്ക് ഷാദിത്തയുടെ കാര്യത്തിൽ ഞാനിട്ട് ഇങ്ങനെ പറയുന്നെങ്കിലും എൻ്റെ ഉള്ളിൽ ഒരു വിഷമമുണ്ട്. അത് അന്നമ്മയ്ക്കും അറിയാം, ദിയയ്ക്ക് അറിയാം, അച്ചായനും അറിയാം. ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യുന്ന ഒരു കുട്ടിയല്ല. ഇവരെ കൊല്ലാൻ വേണ്ടി ദേഷ്യപ്പുറത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കും, അവര് സത്താലും കുഴപ്പമില്ല, എനിക്കിത് മതി, എനിക്ക് പൈസ മതി എന്ന്. പൈസ മതിയായിരുന്നെങ്കിൽ ഇവർക്കും അറിയാം നല്ല രീതി നിങ്ങളുടെ കയ്യിലൊന്നുമില്ല എന്നുള്ളത്. എന്നിട്ട് പോലും ഞാനത് പറഞ്ഞ് നിങ്ങൾക്കും അതറിയാം. ഞാൻ 10 കോടി വേണമെന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളും പറയുന്നുണ്ട് ആ 10 കോടി ഒന്നും കിട്ടാനല്ല എന്ന് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വ്യക്തമായിട്ടും അറിയാം. അപ്പം അത് ആ 10 കോടി എന്ന് പറയുമ്പോഴെങ്കിൽ നിങ്ങൾ എന്നെ കളഞ്ഞിട്ട് പോവാതിരിക്കട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ദേഷ്യത്തിൽ ഞാൻ ദിയയെടുത്തും ഈ പറഞ്ഞ കണക്ക് എടുത്തും ഞാൻ സംസാരിച്ചിട്ടുള്ളത് സത്യം തന്നെ. അവരാരെങ്കിലും ആയിക്കോട്ടെ, അന്നത്തെ ദിവസം ദേഷ്യത്തിൽ ഞാൻ പറഞ്ഞു അവർ ചത്താലും എനിക്ക് കുഴപ്പമില്ല. കാരണം ഞാൻ സ്വാഭാവികമായിട്ട് പറയുന്നുണ്ട്, ഞാൻ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും സ്ട്രഗിൾ ചെയ്തത്. കാരണം ആ ഒരു ലേഡിക്ക് വയ്യായിട്ടിരിക്കുന്നു, അവർക്ക് ഇതായതുകൊണ്ട് മാത്രമാണ് പലതും എനിക്ക് വേണ്ടി ഞാൻ സ്ട്രഗിൾ ചെയ്ത് പോയിക്കൊണ്ടിരുന്നത്. അപ്പം ഞാൻ ആ ദേഷ്യപ്പുറത്ത് നമ്മൾ തമ്മിൽ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ദേഷ്യപ്പുറത്ത് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം അത് ശരിയാണ്. ദിയ എന്നുള്ളൊരു വ്യക്തിക്ക് സോഷ്യൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് അത് ദേഷ്യം വരും, സ്വാഭാവികമാണ്. കാരണം അത് ഒരു ലേഡിയെ കുറിച്ച് പറയുമ്പോൾ മേ ബി ദേഷ്യം വന്നത് അതായിരിക്കും. അന്നമ്മയും ഞാനും ഉള്ള പ്രശ്നം ഇത് സംസാരിച്ചപ്പോൾ അന്നമ്മ പോവണ്ടെന്ന് പറഞ്ഞ സമയത്ത് ഞാൻ അവിടെ നിന്നതും ആ സമയത്തുള്ള സംസാരങ്ങൾ ഉണ്ടായ സംഭവങ്ങളാണ് അന്നമ്മയെ ട്രിഗർ ചെയ്ത്. ആ സമയത്ത് ഞാൻ ദിയയെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ അന്നമ്മയാണ് കളിക്കുന്നതെന്നുള്ള ട്രിഗറിങ് എനിക്ക് ഭയങ്കരമായിട്ട് തന്നിട്ടുണ്ട്. അന്നമ്മയാണ് ശരിയല്ല അപ്പോഴെല്ലാം ഞാൻ ആ ട്രിഗറിലാണ് ഞാൻ അന്നമ്മയടുത്ത് ദിയയെടുത്ത് സംസാരിച്ചുകൊണ്ട് അന്നമ്മ ഫോൺ എടുത്തിട്ട് അന്നമ്മ എൻ്റെ അടുത്ത് കൂടായപ്പോൾ ഞാൻ പറഞ്ഞു, അന്നമ്മ നീ ഡബിൾ ഗെയിം കളിക്കല്ലേ അന്നമ്മ എന്ന് പറഞ്ഞ് ആ ഒരു വാക്കിലാണ് അന്നമ്മയ്ക്ക് ഭയങ്കരമായിട്ട് കൊണ്ടത്. അവളും എൻ്റെ കൂടെ നല്ല രീതിയിൽ നിന്നാണെന്ന് ഇപ്പം എനിക്ക് ബോധ്യം വരുന്നുണ്ട്. അന്നമ്മയും കളിച്ചുകൊണ്ടിരുന്നതല്ല. അന്നമ്മയും അന്ന് തൊട്ട് എൻ്റെ ഉമ്മയെടുത്താലും എൻ്റെ അടുത്ത് പറയുന്നത്, റസൂലൊക്കെ നിങ്ങൾ വിചാരിക്കുന്ന ഒരു വ്യക്തിയല്ല, ഞങ്ങളുടെ അടുത്ത് പറയുന്നത് വേറെ, നിൻ്റെ അടുത്ത് പറയുന്നത് വേറെ, ഞങ്ങളുടെ അടുത്ത് മോളെ നീ വിശ്വസിക്കല്ലേ, ഞങ്ങൾ റസൂലിക്കാനെ അളന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് അന്നമ്മ പറഞ്ഞത് കറക്റ്റാണെന്ന് ഇപ്പം എനിക്ക് മനസ്സിലാക്കാം. കാരണം ഇപ്പം എന്നെക്കുറിച്ച് എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് അവരുടെ അടുത്ത് പറയുന്നത് ഞാൻ രണ്ടാമതും പ്രഗ്നൻ്റ് ആണെന്നുള്ളത് തെളിയിച്ചത് ചുമ്മാതെയാണെന്നുള്ളത്. അവൾ വീണ്ടും എന്നെ ഭീഷണിപ്പെടുത്തുന്നു. അപ്പൊ ഞാൻ അവിടെ ആരായി?
ഞാൻ ഭീഷണിപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ അവരുടെ കയ്യിൽ കൊടുക്കുമ്പോൾ ഇനി അതൊന്നും ഇക്കാടന്റെ ഓവർ കുബുദ്ധിയാണ് നിങ്ങളെ ലൈഫിൽ ഇപ്പോഴും. ഞാൻ പറഞ്ഞോട്ടെ എന്ത് രക്ഷിക്കും ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങളെ ഓവർ കുബുദ്ധിയാണ് നിങ്ങളെ ലൈഫിൽ നമ്മളെ കാര്യം വരെ പുറത്ത് വന്നതും എന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് എനിക്ക് ഇങ്ങനെ സംസാരിക്കേണ്ട അവസ്ഥകൾ വന്നതും ഇതെല്ലാം നിങ്ങളെ ഓവർ കുബുദ്ധി, നിങ്ങളുടെ കുബുദ്ധി കാരണം. ഇനി എനിക്ക് റസൂലിക്ക എത്രയോ നാളുകളായിട്ട് നീ നിന്റെ കൂട്ടുകാരുടെ പറഞ്ഞോണ്ടിരിക്കുന്ന കാര്യമാണ്. എന്ത് പറഞ്ഞോണ്ടിരിക്കുന്ന കാര്യമാണ്? എന്തോന്ന് ആണല്ലോ പറയണ്ട, അന്ന് മറച്ചു വെക്കേണ്ട കാര്യങ്ങളൊന്നും അല്ലല്ലോ, ഞാൻ തന്നെയാണല്ലോ അടുത്ത് പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു എന്നും ഞാനിത് ഉപയോഗിച്ചു എന്നും ഞാൻ എന്റെ കൂട്ടുകാരുടെ പറഞ്ഞു ഞാൻ പറഞ്ഞത് തെറ്റാണ്. അല്ല ഇപ്പൊ അച്ഛനെ കോൺഫിഡൻസ് ഇട്ടിട്ട് അല്ല എനിക്ക് നിങ്ങൾ ചെയ്യാൻ പറ്റുന്ന കാര്യം, എടാ ഞാൻ എന്റെ കയ്യിൽ നിന്ന് ഇങ്ങനെയൊക്കെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്, ഞാൻ അവളെ ഇതായിട്ടുണ്ട്, എനിക്ക് അച്ചായൻ്റെ അടുത്തും ഷാലുവിന്റെ അടുത്തായാലും അച്ചായൻ്റെ അടുത്തായാലും ദിയെ അടുത്തായാലും അന്നമ്മ അടുത്തായാലും ഇനി എനിക്ക് നേരിട്ട് കാര്യങ്ങൾ പറഞ്ഞേ പറ്റത്തുള്ളൂ. ഇതിനകത്ത് നടന്ന പ്രശ്നങ്ങളെല്ലാം റസൂലിക്കാണ് ഉണ്ടാക്കിയത്. അത് ഇപ്പം എനിക്ക് ബോധ്യമായിട്ടുണ്ട്. എനിക്ക് എന്റെ ഫ്രണ്ട്സിന് വേണം. എനിക്കിപ്പോ അവരില്ലെങ്കിൽ ലൈഫിൽ എന്നെ ഞങ്ങളിൽ നിന്ന് ഞങ്ങൾ അകത്തി ഞങ്ങൾ ഇത്രയും ശത്രുക്കളാക്കിയത് റസൂലിക്കാണ് എന്നുള്ളത് ഇപ്പൊ എനിക്ക് ബോധ്യമായി. അന്നമ്മ എന്റെ അടുത്ത് പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റാണ്, അന്നമ്മ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ കറക്റ്റ് ആണെന്ന് ഇപ്പൊ എനിക്ക് ബോധ്യമായി. അന്നമ്മ മോളെ നിന്നെ കുറിച്ച് പറയുന്നത് നീ വിശ്വസിക്കും, നീ മണ്ടേ പോലെ നിക്കല്ലേ മോളെ. അവൾ എന്നെ മോളെ എന്ന് വിളിച്ചിട്ടുള്ളൂ, അവൾ എന്നെ സിസ്റ്ററിനെ പോലെ കണ്ടിട്ടുള്ളത്. അതിപ്പോ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നെ അച്ചായന്റെ അടുത്തുള്ള എന്റെ തെറ്റിദ്ധാരണയായിരുന്നു, അതും എന്റെ തെറ്റിദ്ധാരണയിൽ വന്നു പോയതാണ്. അത് ഞാൻ അച്ചായന്റെ അടുത്ത് മാപ്പ് പറയും, എന്റെ ബ്രദറിനെ വലിയ കണ്ടിട്ടുള്ളൂ. പിന്നെ ദിയെ അടുത്തും ഈ ഒരു ദിയക്ക് ഇത് ട്രിഗർ ചെയ്ത് ഇതായിരിക്കും. ആരെ വിളിക്കാന്ന് എന്തോന്ന് ഞങ്ങൾ തിരിച്ചു വിളിക്കാം, നേര് വിളിക്കും, നേര് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നവരെ പറയാൻ വേണ്ടി വിളിച്ചത്. അയാൾക്ക് തന്നെ കുരു തോണ്ടിക്കൊണ്ടിരിക്കുക, അയാൾ തന്നെ, അത്രേ ഉള്ളൂ. അയാൾ തന്നെ അയാളെ കുരു തോണ്ടിക്കൊണ്ടിരിക്കണം. അയാളെ കുബുദ്ധി പറഞ്ഞോ കുബുദ്ധി പറഞ്ഞോ. എനിക്കൊന്നും പറയാനില്ല. നീ ഇപ്പോഴും വിശ്വസിക്കുന്നത് എനിക്കിപ്പം എനിക്ക് തോന്നുന്നുണ്ട് ചെയ്യാനുള്ളത് തന്നെയാണ് റസൂലിക്ക. കാരണം ഇനി ചുമ്മാ നിന്ന് കഴിഞ്ഞാൽ ഞാൻ പൊട്ടിയായിക്കൊണ്ടിരിക്കും, ഞാൻ മറ്റുള്ളവരുടെ മുന്നിൽ ചീത്തയായിക്കൊണ്ടിരിക്കും, ഞാൻ മൊത്തത്തിൽ ചീത്തയായിക്കൊണ്ടിരിക്കും. കാരണം ഞാൻ ഇപ്പോഴും നിങ്ങളെ വാക്കാണ് ഞാൻ വിശ്വസിച്ചുകൊണ്ടിരുന്നത്. ഈ നിമിഷം വരെ ഞാൻ നിങ്ങളെ വാക്കാണ് വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നിങ്ങള് ശരിക്കും ഡബിൾ എന്നല്ല ട്രിപ്പിൾ എന്നല്ല നിങ്ങൾ കളിക്കുന്ന ഗെയിം. എന്റെ അടുത്ത് ആ മറ്റേ മൂപ്പൻ വരെ എന്റെ അടുത്ത് ഇപ്പൊ പറഞ്ഞതാ, നിങ്ങൾ വിചാരിക്കുന്ന കണക്കല്ല റസൂലിക്ക, കുറെ പെണ്ണുങ്ങൾ എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ട്. മൂപ്പൻ എന്റെ അടുത്ത് പറഞ്ഞ കാര്യങ്ങളോ ഇതൊക്കെ ഞാൻ എന്നിട്ടും ഞാൻ നിങ്ങളല്ല, എന്റെ ഫ്രണ്ട്സ് പറഞ്ഞിട്ടും ഞാൻ നിങ്ങളല്ല, നിങ്ങളെ തന്നെ വിശ്വസിക്കുന്നു. അത് മൂപ്പൻ ഇട്ടോളൂ, അത് നിങ്ങൾ ഇട്ടിട്ടില്ല എങ്കിൽ അത് ഓക്കെ, നിങ്ങൾ ഇട്ടിട്ടില്ല എങ്കിൽ ഇട്ടേക്ക്, അത് എനിക്ക് വിഷയമല്ലല്ലോ. കാരണം നിങ്ങൾ ഇട്ടിട്ടുണ്ടെങ്കിൽ കാലം തെളിയിക്കും, അത് വെളിയിൽ വരും. ഇപ്പം കാലം ഓരോന്ന് തെളിയിപ്പിച്ചോണ്ടിരിക്കില്ലേ. നിങ്ങളെ വായിന്ന് തന്നെ ഞാൻ അറിഞ്ഞു അച്ചായന്റെ അടുത്ത് ഇങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടിരിക്കുന്ന. നിക്കേ അമ്മച്ചി, നിങ്ങൾ ഇതിനകത്ത് വേണ്ട. നിക്കേ അമ്മച്ചി, നിങ്ങൾ ഇതിനകത്ത് വേണ്ട. എന്തിനാണുള്ള പറഞ്ഞ കാര്യങ്ങൾ എന്റെ ഫ്രണ്ട്സിനെ എന്നെ ഒതുക്കിയിട്ട് നിങ്ങൾക്ക് ഞാൻ എന്തെങ്കിലും ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ, ഞാൻ എന്തെങ്കിലും ഒരു വീഡിയോ ഇട്ടാലും ഞാൻ എന്തെങ്കിലും ഒരു സാധനം വെളിയിൽ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സേഫ് ആവണം അല്ലേ? അതാണല്ലോ റസൂലിക്ക നിങ്ങളെ വൈഫിന്റെ അടുത്ത് പറഞ്ഞേക്ക് ഈ പ്രഗ്നന്റ് കാര്യം പറഞ്ഞേ പറ്റത്തുള്ളൂ റസൂലിക്ക. ഇനി എനിക്ക് ഇനിയിപ്പോ എനിക്ക് എനിക്ക് പറ്റത്തില്ല അമ്മ, ഞാൻ എത്ര ക്ഷമിക്കുന്നുണ്ട് അമ്മ. എല്ലാം ഞാൻ നിങ്ങൾ കുടുംബക്കാരെ വിടാം. എന്നിട്ട് ഇയാൾ നമ്മളിന്ന് സംസാരിച്ചതിന് ശേഷമല്ലേ ഇയാൾ അവരെ വിളിച്ചിട്ട് ഇങ്ങനെ സംസാരിച്ചത്? ഇത് അതിനുശേഷമാണ് അയാൾ സംസാരിച്ചത്. എന്റെ ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് എന്നെ കുറിച്ച് കുറ്റം പറഞ്ഞ അച്ചായന്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു കൊടുക്കുന്നു, ഇങ്ങനെയാണ് ദിയെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നു, ഇങ്ങനെയാണ്. അതല്ലേ ഞാൻ പറഞ്ഞത്, നമ്മളിത്ര തീരുമാനം എടുത്തല്ലോ. അന്നേരം ഇയാൾ നല്ല കുഞ്ഞ് കാണിക്കാൻ എന്തിനാണ് അവിടെ കിടന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാൻ എന്റെ അടുത്ത് പുള്ളിയുടെ അടുത്ത് പറഞ്ഞു, ഞാൻ അടുത്ത കള്ളത്തരം കൊണ്ട് വന്നിട്ടുണ്ട്, ഞാൻ അടുത്ത പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞു. നീ ഒന്ന് മനസ്സിലാക്കുക. ഞാൻ എവിടെ നിന്നാണ് വരുന്നത് നീ ഒന്ന് മനസ്സിലാക്കുക. നിനക്കെതിരെ ഏറ്റവും കൂടുതൽ നിന്റെ അടുത്ത് നിന്ന ആളുകൾ, ഏറ്റവും കൂടുതൽ നിന്റെ കാര്യങ്ങൾ അറിയാവുന്ന ആളുകൾ എനിക്ക് തിരിഞ്ഞു. കാരണം എന്താ? നിങ്ങളെ കാരണം
നിങ്ങളെ കാരണം. നീ പറഞ്ഞ കാര്യങ്ങൾ കാരണം പിന്നെ ഇല്ല ഞാൻ എങ്ങനെയാണ് കാരണമാകുന്നത്? ഞാൻ പറഞ്ഞ കാരണം ആ പറയാൻ കാരണം എന്താ? നിങ്ങൾ നിങ്ങൾ എന്റെ അടുത്ത് പറഞ്ഞു അന്നമ്മ ശരിയല്ല, മറ്റേതല്ല ശരിയല്ല, മറ്റേതാണ് മറ്റേതാണെന്ന് പറഞ്ഞിട്ട് എന്റെ മനസ്സിലോട്ട് എന്നെ വിഷം കയറ്റി തന്നു നിങ്ങൾ. ഒരു മിനിറ്റ്, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നീ അന്ന് രാവിലെ സ്റ്റുഡിയോയിലിരുന്ന് ഈ അന്നമ്മയെ വിളിച്ചിട്ട് ഇങ്ങനെ ചീത്ത വിളിച്ചിട്ട് ഞാൻ അതിനു മുമ്പ് ഞാൻ എന്തെങ്കിലും പറഞ്ഞു? എന്താണോ ഭാരതത്തിന്റെ കൾച്ചറൽ എത്തോസ് എന്താണോ എന്ന ഒരു ബേസിക് വിദ്യാഭ്യാസം നിങ്ങൾക്ക് കിട്ടാത്തത് കൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നത്. നീ ഒരിക്കലും ഞാനും നീയും ഒരുമിച്ച് നിൽക്കേണ്ട ആവശ്യകത നീ ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല. അത് ഞാനല്ലല്ലോ മനസ്സിലാക്കുന്ന റസൂൽ കുട്ടി. ഇക്ക തന്നെയാണല്ലോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഇക്ക തന്നെയാണല്ലോ ഇതിനകത്ത് സോൾവ് ചെയ്യേണ്ട സാധനങ്ങള്. ഇക്ക തന്നെയാണ് എന്നെ ട്രിഗർ ചെയ്യിപ്പിച്ച് എന്നെ കൊണ്ട് അല്ല എനിക്ക് ഫ്രണ്ട്സ് വേണം. അവര് തിരിഞ്ഞു നിൽക്കുന്നതുകൊണ്ടാണ് ഞാൻ പിന്നെ ഈ കോലത്തിൽ ഞാൻ ഇവിടെ നിൽക്കേണ്ട ആവശ്യം വരുന്നത്. അവരെന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ, ഇന്ന് അവർ എന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഒരിക്കലും വിഷമിക്കേണ്ട അവസ്ഥ വരുത്തില്ലായിരുന്നേനെ. നിങ്ങളത് നേരത്തെ എനിക്കിങ്ങനെ ഒരു വിഷമം ഉണ്ടാവത്തില്ലായിരുന്നേനെ. കാരണം നിങ്ങൾ നേരത്തെ ബുദ്ധിപൂർവ്വം കളിച്ചു. നിങ്ങൾക്കിത് വേണ്ടാന്ന് തോന്നിയ സമയത്ത് തന്നെ എന്റെ ഫ്രണ്ട്സിനെ എന്നിൽ നിന്ന് അകറ്റിയിട്ട് അവരിൽ നിന്ന് ഈ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരിൽ നിന്ന് നിങ്ങൾ ഗെയിം കളിച്ചോണ്ടിരിക്കാം. എന്റെ ഉമ്മ സത്യം ഞാൻ പറയാം, ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല. ഒരു കാര്യം ചെയ്യ് റസൂൽക്ക, അച്ചായനെ കോൺഫറൻസ് ഇട്ട് ഈ കാര്യങ്ങൾ സംസാരിച്ചേ പറ്റത്തുള്ളൂ. എനിക്ക് നിങ്ങൾ സംസാരിച്ച കാര്യങ്ങൾ, എനിക്ക് അച്ചായനടുത്ത് കാര്യങ്ങൾ സംസാരിച്ചേ പറ്റത്തുള്ളൂ. അച്ചായ ഇങ്ങനെയൊക്കെയാണ് ഇതിനകത്ത് നടന്നേക്കുന്നത്, ഇങ്ങനെയൊക്കെയാ എന്നെ തെറ്റിദ്ധരിച്ചു. പക്ഷെ ഞാൻ കാണിച്ച തെറ്റ് തന്നെയാണ്, പോക്കൃത്തം തന്നെയാണ്. നിങ്ങൾ സംശയിച്ചത് അത് ആ മെസ്സേജിൽ വന്ന സാധനമാണെന്ന് എനിക്ക് അച്ചായനടുത്ത് പറയണം. പിന്നെ ഇതിനകത്ത് നിന്ന് കളിക്കുന്ന കാര്യങ്ങൾ എനിക്ക് അവരുടെ അടുത്ത് പറഞ്ഞ് എനിക്ക് എൻ്റെ കാര്യങ്ങൾ സോൾവ് ചെയ്തില്ലെങ്കിൽ ഇത് ഭയങ്കര കളർ പോകും. എനിക്കിത് നിങ്ങളല്ല, എനിക്ക് പേടിയായി തുടങ്ങി. നിങ്ങൾ ഭയങ്കര ഡേഞ്ചർ ആണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്നെ വെച്ച് നിങ്ങൾ ഭയങ്കരമായിട്ട് സേഫ് കളി കളിക്കുന്നുണ്ട്. എന്റെ ഫ്രണ്ട്സിനെ കൊണ്ട് എന്നെ ഇപ്പോഴും അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. ഒന്നും പറയാനില്ല. നീ സ്വയം ഇരുന്ന് ആലോചിച്ചിട്ട് ഞാൻ ഈ സംസാരിച്ച എല്ലാം റെക്കോർഡാണ്. ഞാൻ ഇതെല്ലാം എടുത്തല്ലെങ്കിൽ ഞാൻ അച്ചാനിട്ട് കൊടുക്കും. ഈ സാധനങ്ങളെല്ലാം ഞാൻ അച്ചാനിട്ട് കൊടുക്കും. മനസ്സിലാക്കണമല്ലോ അവര് മനസ്സിലാക്കണമല്ലോ ഇതിനകത്ത് ഇങ്ങനെയൊക്കെ A to Z ആദ്യം തൊട്ട് പറഞ്ഞ കാര്യങ്ങളെല്ലാം റെക്കോർഡാണ്. അതെല്ലാം അവർക്ക് ഇട്ട് കൊടുക്കണം. എനിക്ക് ഇപ്പൊ പേടിയാണിക്ക. ഇപ്പൊ ഞാനാണ് ഗെയിം കളിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ എനിക്ക് പേടിയായി. എന്റെ ഫ്രണ്ട്സിനെ നിങ്ങൾ ഈ ഗെയിം കളിച്ച് ഇതിന്റെ ഇടയ്ക്ക് നിന്ന് കളിച്ച് എനിക്കിപ്പൊ പേടിയാണ്. ഹലോ എന്റെ ഫ്രണ്ട്സിനെ തന്നെ തന്നെയാണല്ലോ വിളിച്ച് നിങ്ങൾ ഈ കളി കളിച്ചോണ്ടിരിക്കുന്നത്. ആ ഫ്രണ്ട്സിനെ വിളിച്ച് തന്നെയാണല്ലോ നിങ്ങൾ എനിക്കിട്ട് എതിരായിട്ട് കളിച്ചോണ്ടിരിക്കുന്നത്. എന്റെ ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് നിനക്കെതിരെ ഗ്യാങ് ആകരുത് എന്ന് പറഞ്ഞതാണോ ഞാൻ ചെയ്ത തെറ്റ്? അവളിപ്പം ഏറ്റവും വൾണറബിൾ ആക്കി നിൽക്കുന്ന സമയമാണ്. അവൾ ഒറ്റയ്ക്കേ ഉള്ളൂ, അവളുടെ കൂടെ ആരുമില്ല. നിങ്ങൾ നല്ല കുഞ്ഞായിട്ടോ, അവരുടെ മുന്നിൽ നിങ്ങൾ നല്ല കുഞ്ഞായിട്ടോ, അവരുടെ മുന്നിൽ നല്ല കുഞ്ഞായിട്ട് അത് നല്ലതായിട്ട് ഞാൻ ഇത്രയും അവൾ എന്നെ ദ്രോഹിച്ചിട്ട് പോലും ഞാൻ അവളെ കൂടെയാണല്ലോ നിൽക്കുന്നത്. എന്ത് ദ്രോഹിക്കാനുള്ള കാരണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ തന്നെയല്ലേ വരുത്തി വെച്ചത്. ഇതുപോലുള്ള നിങ്ങൾ വരുത്തി വെച്ച വാക്കുകളാണ് ഞാൻ പബ്ലിക്കിൽ വന്ന് ഞാൻ എന്റെ ലൈവ് വരേണ്ട ഗതികേട് വന്നത്. ഇത് വെളിയിലോട്ട് പറയേണ്ട അവസ്ഥകൾ ഇതുപോലെ എന്നെ ട്രിഗർ ചെയ്യിപ്പിച്ചിട്ടാണ് ഞാൻ അതും വെളിയിലോട്ട് പറയേണ്ട ആവശ്യം വന്നത്. ഇതും ഇനി എന്താവും എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ചോട്ടെ, ചതിച്ചുണ്ടാക്കി എന്നുള്ളൊരു ഡയലോഗ് ഉമ്മയുടെ നേരത്തെ പറഞ്ഞു നിങ്ങൾ. ഞാൻ അത് നിർബന്ധിച്ച് പിടിച്ചുണ്ടാക്കിയെന്ന് പറഞ്ഞു. നിർബന്ധിച്ച് പിടിച്ചുണ്ടാക്കാൻ നിങ്ങൾ ഇരിക്കുന്ന സാധനം എനിക്ക് അടുത്ത് ഉണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ. അതും സ്നേഹത്തോടെ നമ്മൾ ഈ പ്രാവശ്യം ഇവിടെ പോയി അവിടെ എല്ലാം അതിനെല്ലാം തെളിവുണ്ടായിരിക്കുമല്ലോ. മറ്റേ കാലിക്കട്ടുള്ള വിവാന്തയിൽ നമ്മൾ പോയതും അവിടുന്ന് നമ്മൾ ട്രാവൽ ചെയ്തതും ഇതെല്ലാം ഉണ്ടല്ലോ. അപ്പം ഇതന്നെ അന്നേരം നിങ്ങൾ ശരിക്കും എന്നെ ട്രാപ്പ് ചെയ്യായിരുന്നു. നിങ്ങൾ പറഞ്ഞ കണക്ക് ശരിക്കും നിങ്ങൾ മറ്റേ ഹണി ട്രാപ്പ് എന്ന് പറയുന്ന കണക്ക് വേറെ ട്രാപ്പുകൾ പോലെ എന്നെ അടുത്ത് പെരുമാറിക്കൊണ്ടിരിക്കുകയാണോ അന്നേരം? ഇപ്പൊ കുറച്ച് മിനിറ്റ് ഉമ്മാർത്ത് പറഞ്ഞല്ലോ നിങ്ങള്. അത് സജിന നിർബന്ധിച്ച് ഉമ്മ സജിനയുടെ ഉമ്മ എന്നോട് അവൾ പറഞ്ഞില്ല, പറഞ്ഞിരുന്നുണ്ടെങ്കിൽ ഞാൻ പ്രിക്കോഷൻ എടുത്തിരുന്നാണ് പറഞ്ഞത്. മറ്റേത് പോയി എന്നുള്ള കാര്യം പറഞ്ഞില്ല. ഞാൻ പറയുന്നുണ്ടല്ലോ, എനിക്ക് നിങ്ങളെ കുഞ്ഞിനെ എനിക്ക് ആവശ്യമാണ്, നമ്മൾ അത്രയും ആഗ്രഹിച്ചതാണ്, അന്നേരം പോയെന്ന് പറയുമ്പോൾ എനിക്ക് പേടിയാണ്. അത് ഞാൻ പറയുന്നുണ്ടല്ലോ. അത് ഞാൻ പറഞ്ഞില്ല എന്നുള്ളത് തെറ്റാണെങ്കിൽ ആൾക്കാർ പറഞ്ഞോട്ടെ. ഇത്രയും നാൾ ഞാൻ നിങ്ങളോട് ജീവിച്ചില്ലേ, അപ്പം അത് എന്റെ അവകാശമാണത്. അത് ആ കുഞ്ഞുണ്ടായ സമയത്ത് ആദ്യത്തെ ഒരു കുഞ്ഞിനെ കളഞ്ഞു, രണ്ടാമതൊരു കുഞ്ഞ് പോയി. പക്ഷെ അതെനിക്കിനി വീണ്ടും എനിക്കൊരു പിടി ആ കുഞ്ഞ് മാത്രമാണ്.
എനിക്കിനി ഒരു ജീവിതം വേറൊരാണുമായിട്ട് ഇല്ലാതാണ്. അപ്പം എനിക്ക് എന്തായാലും എന്റെ ലൈഫിൽ എനിക്ക് അതിനൊന്നും നമ്മളൊന്നും നോ പറഞ്ഞില്ലല്ലോ. നോ പറയണ്ടല്ലോ. ആണ് എല്ലാവരും നിന്ന് സംസാരിച്ചു അത് അവിടെ നിന്ന് സംസാരിച്ചു നമ്മളെല്ലാം ഓക്കെ ആയതിനു ശേഷമാണല്ലോ ആ സംസാരം. ഫിറോസ് പറഞ്ഞല്ലോ, ഞാനിപ്പോ എന്റെ മെസ്സേജ് ഞാൻ പ്രഗ്നന്റ് ആണെന്നുള്ള സാധനങ്ങൾ ഇനി നിങ്ങൾക്ക് പറ്റത്തില്ല എങ്കിൽ അതായത് ഈ കുഞ്ഞ് അന്നമ്മ പറഞ്ഞ കണക്ക് ഇനി ഇത് നിങ്ങളുടേതാണോ എന്നുള്ളൊരു ഡൗട്ട് തോന്നുക, അതിനുള്ള റിസൾട്ട് ഞാൻ അത് എടുത്തു തരാം. അതും വേണമെങ്കിൽ നിങ്ങൾ ഇന്ന് ഇങ്ങനെ പറഞ്ഞെങ്കിൽ അത് നാളെ നിങ്ങൾ അതും പറയും. അതും പറയുന്നുള്ളൊരു വ്യക്തിയാണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാൻ നിന്നോട് ഒരു കാര്യം മനസ്സിലാക്കട്ടെ, വളരെ ശ്രദ്ധയോടെ കേൾക്കണം, ക്ഷമയോടെ കേൾക്കണം. ഓക്കെ, എല്ലാവരും സംസാരിച്ച് ഇറങ്ങിപ്പോയതിനു ശേഷമാണ് നീ എന്നോട് ഈ കാര്യം പറയുന്നത്. മോനെ ഒന്ന് പൊയ്ക്ക് അവിടെ പോയിരുന്നേ. ഞാൻ അതിന് വലിയ ഷോക്കായിരുന്നു, മനസ്സിലായോ? വളരെ ഷോക്ക്ഡോ? എന്ത് നിങ്ങൾ കുഞ്ഞു പോയോണ്ടോ? നീ അങ്ങനെ അല്ലല്ല, നിങ്ങൾ കുഞ്ഞു പോയെന്നോ? അത് ഞാൻ ചോദിക്കട്ടെ, ഹാപ്പി കിട്ടാൻ വേണ്ടിട്ടോ, നിങ്ങൾ സന്തോഷിക്കാൻ വേണ്ടിട്ടോ? സങ്കടമല്ലല്ലോ എന്തായാലും വരാൻ പോകുന്നത് അതിനകത്ത്. ആ കുഞ്ഞു പോയെന്നുള്ള സങ്കടത്തില് റസൂൽ പൂക്കുട്ടി കിടന്ന് കരയല്ലല്ലോ ചെയ്യുന്നത്. അതെന്തായാലും ഉണ്ടാവാൻ പോകുന്നില്ലല്ലോ അവിടെ. അതിന്റെ ഇടയ്ക്കും ഈ കുഞ്ഞ് പോകുന്നതിന്റെ ഇടയ്ക്കും ഞങ്ങൾ ചോദിച്ചായിരുന്നു, ഞാനും അന്നമ്മയും കൂടെ, ഈ കുഞ്ഞ് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് വേണം. അപ്പോഴും ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒരു പക്ഷേ ഞാൻ അന്ന് പറഞ്ഞേനെ, അന്നേരവും നിങ്ങൾ അപ്പോഴെങ്കിലും നിങ്ങൾ പറഞ്ഞേനെ എന്ന് വിചാരിക്കുന്നത്. കാരണം എനിക്ക് മറ്റേ ലണ്ടനിൽ നിന്ന് യുഎഇ നിന്ന് എനിക്ക് മെഡിസിൻ എടുത്തുകൊണ്ട് വരുന്നു, കുഞ്ഞിന് കൊടുക്കാനുള്ള പ്രൊട്ടക്റ്റ് ചെയ്യുക, കുഞ്ഞിന് എത്രയും കെയറിങ് ആയിട്ട് ചെയ്യണം എന്നുള്ള സാധനങ്ങൾ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മ്യൂച്വലായിട്ട് എടുത്തൊരു തീരുമാനം കുഞ്ഞിനെ കണ്ടിന്യൂ ചെയ്യുന്നു എന്ന് പറഞ്ഞതിന് ശേഷം അത്രയും കെയറിങ് ആയിട്ട് നിന്ന ഒരാൾ എൻ്റെ വീട്ടിൽ നിന്നാലും എൻ്റെ ഇവിടുന്ന് പറയുമ്പോഴായാലും നിങ്ങൾ എൻ്റെ വീട്ടുകാർക്ക് പറയുന്നത് അതെങ്ങനെയെങ്കിലും അതിനെ കൊല്ലാൻ നോക്കുക, ആ കുഞ്ഞിനെ കൊല്ലാൻ നോക്കുക എന്ന് തന്നെയാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അന്നമ്മ ഇതുപോലെ സംസാരിച്ച സമയത്തും അന്നേരവും ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇല്ല അന്നമ്മ എന്തായാലും ഇത്രയും തീരുമാനം ഞങ്ങൾ രണ്ടും തീരുമാനിച്ചെടുത്തല്ലേ, ആ കുഞ്ഞിനെ ഞങ്ങൾ കണ്ടിന്യൂ ചെയ്യാം എന്ന് നിങ്ങൾ പറഞ്ഞായിരുന്നെങ്കിൽ അന്ന് ഞാൻ ഇക്കാലത്ത് പറഞ്ഞേ ഇത് പോയി എനിക്ക് ഈ സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ട് തരണേ, എനിക്കൊരു കുഞ്ഞിനെ വേണം എന്ന് ഞാൻ പറഞ്ഞേനെ. പക്ഷേ നിങ്ങള് എന്റെ അടുത്ത് കാണിക്കുന്ന അതുകൊണ്ട് ഈ കുഞ്ഞു പിന്നെ നീ എങ്കിലും ഒരു റിലേഷൻഷിപ്പിൽ പാർട്ട്നേഴ്സ് കീപ്പ് ചെയ്യേണ്ട ഒരു എത്തിക്സ്, ഒരു രണ്ട് പാർട്ട്നേഴ്സ് കീപ്പ് ചെയ്യുന്ന ഒരു ട്രൂത്ത്ഫുൾനെസ്, സത്യസന്ധത, അത് നീ കാണിച്ചിട്ടില്ല. എന്ത് കാണിച്ചിട്ടില്ല? നിങ്ങൾ സ്നേഹത്തോടല്ലേ എന്റെ കൂടെ വന്നിട്ടുള്ളത്? ഞാൻ ചോദിക്കട്ടെ എനിക്ക് അല്ലല്ല നിങ്ങൾക്ക് വേണ്ട, ഞാൻ എഴുതാൻ പറ്റേ വേണ്ട എങ്കിൽ ആദ്യം ഒന്ന് അബോട്ടായതാണല്ലോ. അപ്പൊ ഞാൻ പറയുന്നു ശരി പ്രൊട്ടക്ഷൻ എടുക്കണ്ട, എനിക്കത് ഇഷ്ടമല്ല എന്ന് ഞാൻ പറയുന്നുണ്ട്. അപ്പം നിങ്ങളെ സേഫ്റ്റി നോക്കിക്കൂടായിരുന്നോ? അപ്പം നിങ്ങൾക്ക് ഇനിയും ഒരു കുഞ്ഞുണ്ടാവുന്നുള്ളത് അറിയാമല്ലോ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ആ ഒരു കുഞ്ഞുണ്ടാവുമ്പം ഞാനത് നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു കുഞ്ഞുണ്ടായിക്കഴിഞ്ഞാൽ ഇനി ഒരു കുഞ്ഞുണ്ടായാൽ ഞാൻ കളയിലേക്കാം, എനിക്കത് പറ്റത്തില്ല. കാരണം ഞാൻ അന്ന് പോലും ആ ഒരു കോമയിൽ പോയത്, ഈ കുഞ്ഞ് പോയപ്പോൾ പോലും ഞാൻ എന്നമ്മയ്ക്കറിയാം ഞാനത് ഭയങ്കര മാനസികമായിട്ട് വിഷമിച്ചിരുന്നു. ഞാൻ അതിൽ എനിക്കൊരു കുഞ്ഞിനെ തന്നത്, വീണ്ടും ഒരു കുഞ്ഞിനെ തന്നത് അള്ളായിട്ടാണ് തന്നത് എനിക്കത്. അല്ലാതെ ഇപ്പൊ നമ്മള് കറക്റ്റ് നിങ്ങളെ പീഡിപ്പിച്ച സാധനങ്ങൾ എടുത്ത് ഞങ്ങളോട് ഇൻജെക്ട് ചെയ്ത സാധനം അല്ലല്ലോ ഞാനിത്. നമ്മൾ സന്തോഷത്തോടെ ഹാപ്പി ആയിട്ട് നമ്മൾ ഒരു ഭാര്യയും ഭർത്താവുമായിട്ട് നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട് ചെയ്യുന്നത് എങ്ങനെയാണോ അതുപോലെ നമ്മൾ ചെയ്തിട്ടാണല്ലോ നമുക്കിത് വന്നത്. അല്ലാതെ നിങ്ങളെ പീഡിപ്പിച്ചു എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങളെ ബലമായിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഇപ്പൊ എന്റെ ഉമ്മ എടുത്ത് പറഞ്ഞല്ലോ, നിങ്ങൾ ആദ്യം നിങ്ങൾ പറഞ്ഞ ഡയലോഗ് ഉമ്മ അതിന് തൊട്ട് മുന്നേ പറഞ്ഞപ്പോ നിങ്ങൾ അത് പയ്യെ ട്രാക്ക് മാറ്റി. അതിന് തൊട്ട് മുന്നേ നിങ്ങൾ ട്രാക്ക് മാറ്റി. ഉമ്മ മാറി നിൽക്കുവാണോ? ഇനി ഞാൻ ഒരു കാര്യം പറയട്ടെ. ഒരു കാര്യം മനസ്സിലാക്കട്ടെ, ഇതൊക്കെ എന്റെ മനസ്സിൽ കിടക്കുന്ന കാര്യങ്ങളാണ്. അയ്യോ ഞാൻ ചോദിക്കട്ടെ പൂക്കുട്ടി, നിങ്ങൾക്ക് കുഞ്ഞിനോട് ആത്മാർത്ഥ ഒരു തന്തയെന്നുള്ളൊരു സാധനം നിങ്ങളിൽ ഉണ്ടെങ്കിൽ ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞേനെ. ആ കുഞ്ഞിനെ കൊല്ലാൻ നടക്കുന്ന നിങ്ങളെ ഞാൻ നിങ്ങളടുത്ത് പറയണോ? ആ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി നടന്ന നിങ്ങളടുത്ത് ഞാൻ പറയണോ ആ കുഞ്ഞു പോയെന്ന്? എങ്ങനെ ഇതിനെ ഇല്ലാതാക്കും എന്നുള്ള ചിന്തയിൽ നടക്കുന്ന നിങ്ങളടുത്ത് ഞാൻ പറയണോ? എന്നിട്ട് എന്റെ അടുത്ത് ഡ്രാമ, നല്ല കുഞ്ഞിനെ നമുക്ക് നോക്കണം. നിർബന്ധിക്കണ്ടല്ലോ, മറ്റുള്ളവരെ കൊണ്ട് ഡ്രാമ കളിച്ചിട്ടുണ്ടല്ലോ, എന്റെ വീട്ടുകാരെ കൊണ്ടും പറഞ്ഞിട്ടുണ്ടല്ലോ. ഒരിക്കലും വീട്ടുകാർ ചോദിച്ചപ്പോ ഞാൻ അതിന് ഉത്തരം അങ്ങോട്ട് പറഞ്ഞിട്ടേ എന്റെ ഉമ്മ അതിന് സാക്ഷിയാണ്.
ആ അത് ഉമ്മയുടെ കുഴപ്പമാണ്. അപ്പൊ എന്റെ ഉമ്മയുടെ അത് ഉമ്മ പറഞ്ഞിട്ടുണ്ടല്ലോ, ഉമ്മച്ചി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഉമ്മയ്ക്ക് പേടി കാരണം ഉമ്മ പറഞ്ഞിട്ടുണ്ട്. അറിയാവുന്ന കാര്യങ്ങൾ അന്നമ്മയോട് സംസാരിച്ച് എന്താ പറഞ്ഞത്? അത് ശരിയാണ്, നല്ല കാര്യം, അത് അവളെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കുക, അത് വേണ്ടാന്ന് വെക്ക് എന്ന്. ഒരു കുഞ്ഞ് 2.5 മാസമായ നിങ്ങൾ അങ്ങേര് ഞാനത് കേട്ടോണ്ടിരിക്കുകയാണ് റസൂലെ, ഞാനത് കേട്ടോണ്ടിരിക്കുകയാണ്. അതാണ് എന്നെ ട്രിഗർ ചെയ്തത്. അത് ഞാൻ ഈ സമയത്ത് എനിക്കൊരു ആശ്വാസം കിട്ടാൻ വേണ്ടി ഞാൻ വിളിച്ചു ചോദിച്ച സാധനമാണ്. ആ സാധനമാണ് നിങ്ങൾ പറഞ്ഞത്. അന്നമ്മ നീ പറഞ്ഞ് മനസ്സിലാക്കുക, കുഞ്ഞിന് നമുക്കിപ്പോൾ ശരിയാകത്തില്ല, നമുക്ക് വേണ്ട, അത് വേണ്ടാന്ന് വെക്ക് എന്ന് പറഞ്ഞ ആളുടെ അടുത്ത് കുഞ്ഞ് മരിച്ചെന്ന് പറയണമെങ്കിൽ അത്രയ്ക്ക് നല്ലൊരു വ്യക്തി ആവണ്ടേ റസൂൽക്ക? നീ എന്നെ ഇപ്പൊ പോർട്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാവും. അതൊക്കെ ആയിക്കോട്ടെ. പോർട്രേ ചെയ്തു എന്ന് വെച്ചാൽ മനസ്സിലായില്ല. അല്ലല്ല, എനിക്ക് മനസ്സിലായില്ല. പോർട്രേ എന്നെ ഇപ്പൊ ഞാൻ ഇന്ന തരത്തിലുള്ള ആളാണെന്ന് ചിത്രീകരിക്കാനുള്ള ശ്രമമാണല്ലോ. അപ്പൊ അതാണല്ലോ നീ പറഞ്ഞത്. ആണോ 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 ഞാനാണോ ആക്കിക്കൊണ്ടിരിക്കുന്നത്? എന്ത് മനസ്സാക്ഷി? ഉടായ്പ ഡയലോഗ് അടിക്കല്ലേ? എന്ത് മനസ്സാക്ഷി? നിങ്ങൾ ഇപ്പോഴും ഉടായ്പ ഡയലോഗ് അടിച്ചു ഇല്ലെങ്കിൽ ഇപ്പൊ ഞാൻ നിന്റെ കൂടെ നിൽക്കേണ്ട ആവശ്യമുണ്ടോ? നീ പറയുന്ന കാര്യം കേൾക്കേണ്ട ആവശ്യമുണ്ടോ? എനിക്ക് മനസ്സിലായില്ല. ഞാൻ ഇപ്പോഴും നിന്റെ കൂടെ നിൽക്കുകയല്ലേ റസൂലക്ക? എന്റെ കൂടെ നിക്കാന്ന് പറയുന്നത് എന്നിട്ട് എന്റെ ആൾക്കാർക്ക് അങ്ങനെയല്ലല്ലോ. നിങ്ങൾ നല്ലൊരു വ്യക്തിയാണെങ്കിൽ അവള് ഞാൻ കോൺഫിഡൻസ് തരാം, നിങ്ങൾ എല്ലാവരും അവളോട് നിൽക്കും, നിങ്ങൾ ഒന്ന് വിളിക്കുക, അവളെ പോയ വാക്കുകൾ അവള് ശരി അവള് അങ്ങനെ പറഞ്ഞതാണ് എന്ന് പറഞ്ഞിട്ട് എന്നെ കണക്ട് ചെയ്യാൻ നോക്കാത്ത എന്താ? എന്റെ ഫ്രണ്ട്സിനെ എന്നെ മാറ്റി നിർത്താനല്ലേ നോക്കിയത്? അച്ചാനാവട്ടെ, ഷാലു ആവട്ടെ, നീ ആവട്ടെ, അന്നമ്മ ആവട്ടെ. അന്നമ്മ നിങ്ങൾക്ക് പക്ഷെ ഒരു കാര്യമുണ്ട്, അന്നമ്മയെ നിങ്ങൾക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാ, അന്നമ്മയെ വിട്ടേക്ക്, അന്നമ്മയുടെ കാര്യം വിട്ടേക്ക്. അന്നമ്മയെ നിങ്ങൾക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാ, അന്നമ്മയെ വിട്ടെ. പക്ഷെ അച്ചായന്റെ അടുത്തും ദിയെ അടുത്ത് നിങ്ങൾ പറഞ്ഞ ഈ കാര്യങ്ങൾ സോൾവ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടോ? അന്നമ്മയും ദിയയും കോൺഫറൻസ് ഉള്ളപ്പോഴാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത്. നീ അല്ല ദിയോട് ചോദിച്ചു, ഏതെങ്കിലും ഒരു അവസരത്തിൽ ചോദിച്ചു ഞാൻ എന്തെങ്കിലും മോശം പറഞ്ഞിട്ടുണ്ടോ? അവളെ വിക്ടിമൈസ് ചെയ്യാൻ നിങ്ങൾ അതിന് കൂട്ടുനിൽക്കരുത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇനിയിപ്പം നിങ്ങള് അവരുടെ അടുത്ത് നല്ല കുഞ്ഞ് കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഇനി അവരുടെ അടുത്ത് ഇത് ബോധിപ്പിച്ചേ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം. ഇനി അവരുടെ അടുത്ത് സംസാരിച്ചതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള മൂവിങ് നമുക്ക് സംസാരിക്കാം. കാരണം നിങ്ങൾ കാണിച്ചൊരു കാര്യം ഞാൻ ഡയറക്റ്റ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ട് ഞാൻ കളിക്കാം. ഞാൻ ഈ റെക്കോർഡൊക്കെ അവർക്ക് ഇട്ട് കൊടുത്തിട്ട് സത്യാവസ്ഥ ഇതാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്യാൻ പോവാണ്. നിങ്ങൾ ഇൻഡയറക്റ്റ് ആയിട്ട് കാണിച്ച സാധനം ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ട് ഞാൻ ചെയ്യുവാണ് കേട്ടോ. എന്നെ ചെയ്ത് വെച്ചിരിക്കുന്ന എന്നെ ചെയ്ത് വെച്ചിരിക്കുന്ന എന്താന്ന് കണ്ടെന്നേ. അയാള് നമ്മള് വിചാരിച്ചതിന്റെ അപ്പുറം, അയ്യോ തള്ളയുടെ പ്രായമുള്ള ആൾക്കാരെ പോലും വെച്ചിട്ട് ഞാൻ എല്ലാം തെളിവെടുത്ത് വെച്ചിട്ടുണ്ട്. തള്ളയുടെ പ്രായമുള്ള ആൾക്കാരെ പോലും ഞാൻ എത്രയെന്ന് പറഞ്ഞാൽ എത്ര പെണ്ണുങ്ങളെ ഞാൻ വിളിച്ച് പറയുന്നത്. ഇയാളെ മൊബൈൽ ഞാൻ ഇന്ന് വരെ എടുത്ത് നോക്കിയിട്ടില്ല, പക്ഷെ ഇന്ന് എടുത്ത് നോക്കിയപ്പോ എന്റെ ചങ്ക് പൊട്ടുവാൻ. എന്നാടി എനിക്ക് ഇങ്ങനെ അനുഭവങ്ങൾ വരുന്നത്? ഇല്ലല്ല, എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അയാളുടെ ഫാമിലിയെ വേണ്ടെങ്കിൽ അയാൾ ഇന്ന് 3 CR ഇന്ന് ഇവിടെ കൊണ്ടുവരണം. എനിക്ക് പൈസ മതി മോനെ, എനിക്ക് ഇനി എന്തായാലും ഇങ്ങനെ വേണ്ട, എനിക്ക് ഹാപ്പി ആയിട്ട് ജീവിക്കണം. എന്റെ പൊന്നോ ഇല്ലല്ല, അപ്പുറത്തെ റൂമിൽ ഇരിപ്പുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ നിന്ന് ഇറങ്ങുവാണെങ്കിൽ ഒന്നല്ലെങ്കിൽ എങ്ങനെ ഷാദിയ എന്നുള്ളത് അയാളെ ഫാമിലിയും അയാളെ അഭിമാനമാണ് വരുന്നത്. അല്ലല്ല, എന്റെ അഭിമാന പ്രശ്നമല്ല. എന്നെ ഇത്രയും ദ്രോഹിച്ച് ഇയാളെ വൃത്തികേട് ഫിറോസ് വരെ പറഞ്ഞതാ ഇവന്റെ കുറെ കാലല്ലല്ല. അത് കുഴപ്പമില്ല, ഞാൻ അകത്ത് പോയി കടന്നാലും പോകത്തില്ല. ഇത് അവസാനിക്കുന്നത് ഇത് തന്നെയായിരിക്കും. 3 CR എനിക്ക് അയാൾ തന്നില്ല, എനിക്ക് കുഴപ്പമില്ലെന്ന് ഞാനല്ലേ അത് അനുഭവിക്കുന്നത്. അതൊന്നും എനിക്ക് ഒരു വിഷയമല്ലെന്ന്. ഇത് വെച്ചിട്ട് റസൂൽ പൂക്കുട്ടി സജിനെ അറിയാതെ ഡബിൾ ഗെയിം കളിക്കുന്നുണ്ടായിരുന്നു. അത് ഈ കൂട്ടുകാരുമായിട്ടുള്ള കോൺവെർസേഷൻ എൻ്റെ കയ്യിലുണ്ട്. അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ ഒന്ന് കേൾപ്പിച്ചു തരാം. ഞാൻ ഏതെങ്കിലും ഒരു അവസരത്തിൽ നിങ്ങളെ ഈ തിരിച്ച് എന്നോട് പൈസ ഡിമാൻഡ് ചെയ്ത് കേസ് ഞാൻ ഏതെങ്കിലും ഒരു അവസരത്തിൽ നിങ്ങളെ ഫിറ്റ്നസ് ആയിട്ട് വിളിച്ചാൽ നിങ്ങൾ വരണം. അല്ല, പൈസ വാങ്ങാൻ ഞാൻ പോയി ഡിമാൻഡ് ചെയ്യും, ഞാൻ പൈസ വാങ്ങാൻ പോവാണ് എന്നവർ പറഞ്ഞിട്ട് ഇറങ്ങിയ ആ ഒരു സംഭവം ഉണ്ടല്ലോ, അതാണ് മെയിൻ. ഞാൻ പറയട്ടെ, എനിക്ക് ഇന്നലെ കൊണ്ട് പല കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി. അവരുടെ ഫാമിലി വിളിച്ചിരുത്തി കാര്യങ്ങൾ സംസാരിച്ച് ഞാൻ എന്റെ ഫാമിലി ഉണ്ടായിരുന്നു. എനിക്ക് ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇത് ടോക്സിക്കിന്റെ ഹൈ സ്റ്റേറ്റിലാണ്. അപ്പൊ ഞാൻ എന്റെ വൈഫിനോട് സംസാരിച്ച് എന്റെ വൈഫിനോട് കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു. ഈ റിലേഷൻഷിപ്പ് തീർന്നു. എനിക്കിനി അതിനകത്തൊരു ബാഡ് ബ്ലഡ്. നിങ്ങളെ രണ്ടാമത് കുഞ്ഞുണ്ടായത്, ആദ്യം ഒരു കുഞ്ഞിനുണ്ടാക്കി എനിക്ക് അബോട്ട് ചെയ്ത് തന്നു. അബോട്ട് ചെയ്ത് ഞാൻ അത് അബോട്ട് ചെയ്ത് കളഞ്ഞു. രണ്ടാമത് ഈ പൂർണ്ണമായപ്പം അത് 2 മാസം കഴിഞ്ഞപ്പോൾ പോയി എന്നുള്ളത് സത്യം തന്നെയാണ്. അപ്പം എനിക്ക് ഓൾറെഡി ആ കുഞ്ഞിനെ നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യാൻ തുടങ്ങിയതും നിങ്ങൾ എനിക്ക് മേടിച്ചും തരാൻ തുടങ്ങിയതും എന്നെ ആ കുഞ്ഞിന് വേണമെന്നുള്ളൊരു തീരുമാനം നമ്മൾ മ്യൂസിൽ എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് നിങ്ങളൊരു കുഞ്ഞിനെ ആവശ്യമാണ്. നിങ്ങൾ എൻ്റെ വീട്ടുകാരത് പറയുന്നത് അതെങ്ങനെയെങ്കിലും അതിനെ കൊല്ലാൻ നോക്കുക,
ആ കുഞ്ഞിനെ കൊല്ലാൻ നോക്ക് എന്ന് തന്നെയാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ കുഞ്ഞ് 2.5 മാസമായ നിങ്ങൾ പക്ഷെ മറ്റേ സംഭവം പോയി എന്നുള്ള കാര്യം എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഈ മൂന്നാമത്തെ സംഭവം ഉണ്ടാകത്തില്ലായിരുന്നു. ഞാനത് പ്രിക്കോഷൻസ് എടുത്തേനെ. കേട്ടില്ലേ? ഈ അരമണിക്കൂർ നിങ്ങൾ മുഴുവൻ കേട്ടതും സത്യത്തിൽ ഒരു കുൽസിത കഥയുടെ ഒരു ഏപ്പടം കണ്ടതിന് തുല്യമാണ് എന്ന് വ്യക്തമായിട്ട് എനിക്കറിയാം. പക്ഷെ ഇത് അദ്ദേഹത്തിന്റെ ചാനലിൽ നിന്നും അധികം ആളുകൾ കാണുന്നില്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞങ്ങളെ പോലുള്ള ആളുകൾ അത് വീണ്ടും എടുത്ത് റിയാക്ട് ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ ലൈഫ്, ജീവൻ പോലും നഷ്ടപ്പെടാനുള്ള സാധ്യതകൾ ഏറെയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. തീർച്ചയായിട്ടും കട്ടക്ക് കൂടെ നിൽക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെ ഉത്തരവാദിത്തമാണ്. പരമാവധി ഷെയർ ചെയ്തിട്ട് തന്നെ കാണുക. ഇപ്പൊ മുഖ്യമന്ത്രിയൊക്കെ കണ്ടിട്ട് പരാതിയൊക്കെ കൊടുത്തിട്ടുണ്ട് അത്ര, യൂട്യൂബർമാരെയൊക്കെ മൂക്കിൽ കൂടെ വലിച്ചു കയറ്റാം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, താങ്കൾ ഒരു കാര്യം മനസ്സിലാക്കണം, താങ്കൾ മുഴുവൻ കാര്യവും മനസ്സിലാക്കണം എന്നേ പറയുന്നുള്ളൂ. ഈ സ്ത്രീ ഏത് രീതിയിലാണ് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് അവരുടെ എക്സ് ഭർത്താവ് തന്നെ പറയുന്നുണ്ട്. പിന്നെ കൂടുതലായിട്ട് എന്തെങ്കിലും വേണമെങ്കിൽ അദ്ദേഹത്തിന്റെ കയ്യിൽ തെളിവുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.